അവസാന നിമിഷം സതീശൻ കെ സുധാകരനിട്ട് കൊടുത്ത ആ പണി കാണുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം കെ സുധാകരൻ എന്ന ആ മുതിർന്ന ആ നട്ടലുള്ള നേതാവിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് VD സതീശനായിരുന്നു. കാരണം അതുപോലെ നട്ടലുള്ള ഒരു KPCC അധ്യക്ഷൻ ആ കസേരയിലിരുന്നാൽ തനിക്ക് ഇപ്പോൾ നടത്തുന്നത് പോലെ പോന്തു വിളയാടുവാൻ സാധിക്കില്ല. അതുപോലെ കെ സുധാകരൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു വന്നാൽ തൻ്റെ ആ മുഖ്യമന്ത്രി കസേര മോഹം നടക്കില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കാലേക്കൂട്ടി എല്ലാവരെയും ഒതുക്കുന്ന ആ ഒതുക്കീശൻ കെ സുധാകരനെയും ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഒതുക്കിയത്. പ്രായപരിധി കണക്കിലെടുക്കാതെ, MP ആണെന്നുള്ളത് കണക്കിലെടുക്കാതെ കെ സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ കനത്ത തിരിച്ചടി നേരിടും, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് കെ സുധാകരനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ AICC തീരുമാനമെടുത്തത്. അത് കെ സുധാകരനോടുള്ള പ്രത്യേക കനിവോ അലിവോ താല്പര്യമോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തപ്പോൾ തന്നെ കേരളത്തിൽ ആ ജനരോക്ഷമുണ്ട്. കെ സുധാകരനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഒരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായി അപ്രകാരം ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെയാവാം കെ സുധാകരൻ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളും പറയുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല, പാർട്ടിക്ക് വിധേയനായി തന്നെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കെ സുധാകരനോട് ഈ VD സതീശന്റെ PR ഏജൻസികളുടെ പണം പറ്റുന്ന ചില മാപ്രകൾ കുത്തി ചില ചോദ്യം ചോദിച്ചു. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കെ സുധാകരനെ അങ്ങനെ കുത്തി ചോദിച്ച് അയാളുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു മറുപടി മേടിച്ച് അതിനെ വിവാദമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ അവർ വിജയിച്ചു. അവർ കെ സുധാകരനോട് ചോദിച്ചു, ഇത്തവണ കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന് പലവട്ടം ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ആ സ്വതസിദ്ധമായ ആ ശൈലിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, പിന്നെ ഞാൻ മത്സരിക്കുമെന്ന്. അതൊന്ന് കണ്ടിട്ട് ഉടനെ മടങ്ങി വരാം. 110% ഉണ്ട്. അതിലെന്താ കുഴപ്പം? മത്സരിക്കും. ഓ, ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. ആ, കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. മത്സരിക്കും. കണ്ടല്ലോ, ഇതാ മാധ്യമപ്രവർത്തകന്റെ അത്തരത്തിലുള്ള ചോദ്യത്തിനൊരു മറുപടിയായാണ് അദ്ദേഹം വളരെ നിഷ്കളങ്കമായി അപ്രകാരം ഒരു മറുപടി പറഞ്ഞു. അതിനെ വലിയൊരു വിവാദമൊന്നും ആക്കേണ്ടുന്ന ഒരു കാര്യമില്ല. കാരണം കെ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ് അപ്രകാരം പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാകത്തില്ല. ഇത് കേക്കച്ചന്റെ PR ഏജൻസിയും സംഘവും അനുകൂലികളുമാണ് ഇതൊരു വിവാദമാക്കുവാൻ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്രകാരം അവസാന നിമിഷം കെ സുധാകരനിട്ട് ഒരു പണി കൊടുക്കുക, ഇത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, കെ സുധാകരൻ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആളാണ്, ഇപ്രകാരം ഒരു അധിക പ്രസംഗിയാണ്, അദ്ദേഹത്തെ മത്സരിപ്പിക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു സാധ്യത തള്ളിക്കളയുവാൻ അദ്ദേഹം ധിക്കാരിയാണെന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അതും VD സതീശന് നല്ല, കാരണം പിണറായിക്ക് തുടർഭരണം ഉണ്ടാക്കുവാൻ ഈ പണികളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ സതീശനറിയാം അത് എന്ത് പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാക്കുമെന്ന്. അതിനുവേണ്ടി തന്നെ മനഃപൂർവ്വം ഇപ്രകാരം ഒരു വിവാദമുണ്ടാക്കുവാൻ ഈ സതീശൻ PR ഏജൻസികളെ കൊണ്ട് തന്നെ ചെയ്യിച്ച പണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിച്ചാൽ ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രബലനായി വരാൻ സാധ്യതയ ആളെ വെട്ടി ഒതുക്കുവാനും സാധിക്കും. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന കാൽക്കുലേഷനിലാണ് VD സതീശൻ ഈ മാപ്രയെ കൊണ്ട് ഈ പണി ചെയ്യിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് കഴിഞ്ഞപ്പോൾ ഇപ്രകാരം മാധ്യമങ്ങളിൽ അത് വാർത്ത വന്ന് അതൊരു വലിയ വിവാദമാക്കി, ഇയാളുടെ പണം പറ്റുന്ന സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അതൊരു വിവാദമാക്കി കഴിഞ്ഞപ്പോൾ കേക്കച്ചൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് കേൾക്കുക. ഒരാളും അവിടെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കേണ്ട, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണമെന്നും തീരുമാനിക്കേണ്ട. അത് പാർട്ടി നേതൃത്വം, കേരളത്തിലൊരു പാർട്ടി നേതൃത്വമുണ്ട്, UDF നേതൃത്വമുണ്ട്. അവർ നേതാക്കളുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടൊക്കെ ആലോചിച്ച്, ഘടകകക്ഷി നേതാക്കളായിട്ട് ആലോചിച്ച് സീറ്റ് വിഭജനം നടത്തും. സീറ്റ് വിഭജനം പാർട്ടിയുടെ താഴെ തട്ടിലല്ല നടത്തേണ്ടത്. അങ്ങനെ നേതാക്കന്മാർ അറിവോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ നേതാക്കന്മാർ ശാസിക്കപ്പെടും, ഒരു സംശയമില്ല. അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ സ്വയം സ്ഥാനാർത്ഥി ചമയാണ്. ഇനി പ്രേക്ഷകരെ, ഒരൊറ്റ മാധ്യമങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന നെയ്യാറ്റിൻകരയിൽ ഈ കേക്കച്ചന്റെ തേൻകണി യാത്ര വന്നപ്പോൾ ഇയാൾ അവിടുത്തെ നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കാണുക. സന്തോഷ് ഭദ്രൻ എന്ന് പറയുന്ന ഒരാളെ ഇയാൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് കാണുക. ഇവർ പറയുന്നു AICCയുടെ നിർദ്ദേശമനുസരിച്ച്, സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ഒക്കെ ആയിരിക്കാം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കെ സുധാകരനെ കൊടുക്കുവാൻ ഇപ്രകാരം ചെയ്തിട്ട് കെ സുധാകരനെ വിമർശിച്ചിട്ട് ഇയാൾ നെയ്യാറ്റിൻകരയിൽ നടത്തിയ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്ന് കണ്ടിട്ട് ഉടനെ ഞാൻ മടങ്ങി വരാം. സന്തോഷ് ഭദ്രൻ എന്ന് പറയുന്ന ഒരു യുവനേതാവിനെ കുറിച്ച് വാനോളം പുകഴ്ത്തി അയാളെ നിർത്തിക്കഴിഞ്ഞു, നിങ്ങൾ ജയിപ്പിക്കണം എന്ന തരത്തിൽ സംസാരിച്ച ഈ VD സതീശനെതിരെ നടപടിയെടുക്കുവാൻ AICCക്ക് ധൈര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ആറ്റിങ്ങൽ ആരുടെയും കോട്ടയല്ല. ഇനി അഥവാ കോട്ടയാണെങ്കിൽ ജനപിന്തുണയോടുകൂടി UDF നടത്തുന്ന ഈ തേരോട്ടത്തിൽ ആ കോട്ട ഇടിഞ്ഞു വീഴും. അത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇവിടെ നമുക്കൊരു UDF MLA ഉണ്ടാകണം. ശ്രീ സന്തോഷ് ഭദ്രനാണ് UDF സ്ഥാനാർത്ഥി. എനിക്ക് സാധാരണ അങ്ങനെ അധികം പ്രസംഗികരൊന്നും ഇഷ്ടമല്ല, അസൂയ വരും. എനിക്കങ്ങനെ അസൂയ തോന്നിയ മികച്ച വാഗ്മിയാണ് സന്തോഷ് ഭദ്രൻ, മികച്ച വാഗ്മി. നിയമസഭയിൽ സന്തോഷ് ഭദ്രനെ നിങ്ങൾ പറഞ്ഞയച്ചാൽ നിങ്ങളുടെ നാടിന് അഭിമാനമായിരിക്കും. നമ്മുടെ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ ചെയർമാനായിരുന്നു, വിദ്യാർത്ഥി യുവജന നേതാവാണ്. വളരെ ഉത്സാഹത്തോടു കൂടി നിങ്ങൾക്കൊരു യുവജന പ്രതിനിധി നിങ്ങൾക്കുണ്ടാവും. കണ്ടല്ലോ, ഇപ്രകാരം തന്റെ തേൻകണി യാത്രയിൽ സന്തോഷ് ഭദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പാർട്ടിയുടെ മേൽഘടകങ്ങളോ അല്ലെ UDFന്റെ ഒരു ഘടകങ്ങളുമായോ ആലോചിക്കാതെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ സതീശന്റെ പ്രസംഗമാണ് നമ്മൾ കണ്ടത്. ഇതൊന്നും ആരും ഇവിടെ വാർത്തയാക്കിയില്ല, വിവാദമാക്കിയില്ല. കാരണം ഇവന്റെ പണം തിന്നുന്ന മാപ്രകൾ ഇത് കണ്ടില്ല എന്ന് നടിച്ചു. സതീശന്റെ തേൻകണി യാത്രയായിരുന്നു ഏറ്റവും വമ്പൻ പരാജയമായി അവസാനിച്ചത്. ആ തേൻകണി യാത്രയിൽ ഇവന്മാർ തമ്മിലുള്ള ആ ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും കടിപിടിയും എല്ലാം വളരെ വ്യക്തമാക്കുന്നതായിരുന്നു ആ സമാപന സമ്മേളനം. ആ സമാപന സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പ്രസംഗിക്കാനായി അദ്ദേഹത്തിന്റെ പേര് പരാമർശം വന്നപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അനുകൂലികൾ ഇദ്ദേഹത്തിന്റെ പ്ലക്കാർഡും ബോർഡും ഒക്കെയായി മുദ്രാവാക്യം മുഴക്കി. ഒരു പക്ഷത്ത് ജനങ്ങളുടെ ആരാധനാപാത്രം, കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യം ഈ രമേശ് ചെന്നിത്തലയാണ് എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നതിന് വേണ്ടി ആവണം അവർ കാണിച്ച ആ കോപ്രായങ്ങൾ ഒന്ന് കാണുക. ജനാധിപത്യ ഭാരതത്തിന്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിജി, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അടക്കം. ഇതാണ് കേക്കച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടീം UDF. കെ സുധാകരനെ വിമർശിക്കുന്നതിന് മുമ്പായി, കെ സുധാകരനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പായി KPCC അധ്യക്ഷനും അതുപോലെ AICC നേതൃത്വവും ഈ VD സതീശനെതിരെയാണ് ആദ്യം കടുത്ത നടപടിയെടുത്ത് മാതൃക കാട്ടേണ്ടുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.